Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഓർ എൻട്രി ലെവൽ സ്മാർട്ട് ഫോണായ ഇൻഫിനിക്സ് സ്മാർട്ട് 5A ആണ്. അപ്പോൾ ഇൻഫിനിക്സ് സ്മാർട്ട് സീരീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു 7000 രൂപയ്ക്ക് താഴെ വരുന്ന, അതായത് ഒരു എൻട്രി ലെവൽ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് സീരീസ്. അപ്പോൾ അതിലെ ഏറ്റവും പുതിയ ഡിവൈസാണ് ഇൻഫിനിക്സ് സ്മാർട്ട് 5A. അപ്പോൾ 5Aൻ്റെ വിശേഷങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ വെറും 6499 രൂപയാണ്. വളരെ എൻട്രി ലെവൽ അല്ലെങ്കിൽ അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻറ്റിലുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇതിനകത്ത് 2GB റാമും 32GB സ്റ്റോറേജുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഹീലിയോ A20 ക്വാഡ് കോർ പ്രോസസ്സറും ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബേസിക് ആസ്പെക്റ്റ്. നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ബാക്കി ഡീറ്റെയിൽ ആസ്പെക്ട്സും എല്ലാം തന്നെ പറയുന്നതാണ്. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇൻഫിനിക്സ് സ്മാർട്ട് 5Aൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇവിടെ ഒരു ജിയോ എക്സ്ക്ലൂസീവ് ഓഫർ ഉണ്ട്. 550 രൂപ ഡിസ്കൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഓഫർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ റീറ്റെയിലറിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ DTS സൗണ്ട് ഉണ്ട്, 5000 mAh കപ്പാസിറ്റി ബാറ്ററി, 2+32GB സ്റ്റോറേജാണ് വരുന്നത്. ഇതിൽ വരുന്നത് ഹീലിയോ A20 ക്വാഡ് കോർ പ്രോസസ്സറാണ്. ഇതൊരു ബേസിക് എൻട്രി ലെവൽ പ്രോസസ്സറാണ്. കാരണം 6500 രൂപേൻ്റെ ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ വളരെ ബേസിക്കായ ഓപ്ഷൻസാണ് വരുന്നത്. ഒരു എൻട്രി ലെവൽ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ലാർജ് ഡിസ്പ്ലേന് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ വരുന്നുണ്ട്. 6.52 HD+ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ, ലോങ് ബാറ്ററി ലൈഫ്, റിയർ ഡ്യുവൽ ക്യാമറ, 8 MP ക്വാഡ് LED ഫ്ലാഷാണ് വരുന്നത്. 8 MP സെൽഫി ക്യാമറയുണ്ട്. ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കും ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല ബഡ്ജറ്റ് അല്ലെങ്കിൽ എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇവിടെ അതുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 11 ആണ്. ഗോ എഡീഷനാണ്. ഗോ എഡീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എൻട്രി ലെവൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൽ വേണ്ട ഒരു എഡീഷനാണ് ഗോ എഡീഷൻ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. XOS 7.6 ആണ് വരുന്നത്. 6499 രൂപയാണ്, അതായത് 6500 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ 2+32GB സ്റ്റോറേജാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് വളരെ ക്വിക്കായിട്ട് ഒന്ന് തുറക്കാം. തുറന്നിട്ട് നമുക്കിതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, എന്നിട്ട് ഫോണിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ തുറക്കാം. അപ്പോൾ ഇൻഫിനിക്സ് സ്മാർട്ട് ഡിവൈസസ് സ്മാർട്ട് സീരീസ് എപ്പോഴും ഒരു ബഡ്ജറ്റ് ലെവൽ അല്ലെങ്കിൽ എൻട്രി ലെവൽ ഫോണായിട്ടാണ് വരാറ്. അപ്പോൾ ഇത്തവണയും വളരെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ഓഫറിംഗ് ആണ്. കാരണം ബേസിക്കായ നമുക്കൊരു ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഫങ്ഷണാലിറ്റീസ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ലാർജ് ബാറ്ററി ഉണ്ടാവുകൊണ്ട് തന്നെ അങ്ങനത്തെ ഓപ്ഷൻസിനൊക്കെ നല്ലൊരു ഫോണാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇൻഫിനിക്സ് സ്മാർട്ട് 5A. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ വീണ്ടും എഴുതി ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീനും ബ്ലൂ കളറാണ്, 2 കളറിലാണ് ഇത് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു 10 watt അഡാപ്റ്ററാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് 10 watt അഡാപ്റ്ററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, 10 watt 5 volt 2 ampere 10 watt ചാർജറാണ്. പിന്നെ ഒരു മൈക്രോ USB ചാർജിങ് കേബിളാണ് ഇതിനകത്ത്. എൻട്രി ലെവൽ ഫോൺ ആയതുകൊണ്ട് മൈക്രോ USB ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സിം ഇജക്റ്റർ പിൻ കാണാം. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു നല്ല കേസാണ്. എക്സ്ക്ലൂസീവ് ജിയോ ബെനിഫിറ്റ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുള്ളതിനകത്ത് നിങ്ങൾക്ക് 550 രൂപ ഡിസ്കൗണ്ട് കിട്ടും, പ്രൈസ് സപ്പോർട്ട്. അപ്പോൾ അതിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ജിയോ ഓഫർ. പിന്നെ ഇവിടെ എന്താണെന്ന് നോക്കട്ടെ. ഇതിനകത്ത് എക്സ് ക്ലബിൻ്റെ ഒരു മെമ്പർഷിപ്പിൻ്റെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇൻഫിനിക്സിൻ്റെ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്, പ്രൊഡക്റ്റ് ഗൈഡുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഒരു സ്ക്രീൻ ഗാർഡും കൂടി ഉണ്ട്, നല്ലൊരു സ്ക്രീൻ ഗാർഡ്. പിന്നെ കേസിൻ്റെ കാര്യമാണെങ്കിൽ നല്ലൊരു കേസാണ്. ഇത് കണ്ടില്ലേ, പ്ലാസ്റ്റിക് കേസാണ്, പക്ഷേ നല്ല ഫ്ലെക്സിബിളായൊരു കേസാണ്. നല്ലൊരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സാധാരണ TPU കേസിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയൊരു കേസായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് ഇവിടെ കണ്ടില്ലേ, നമ്മുടെ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്, AI ക്യാമറ. പിന്നെ ഒരു LED ഫ്ലാഷും കൂടി ഇൻക്ലൂഡഡ് ആണ്, ക്വാഡ് LED ഫ്ലാഷ് ഇൻക്ലൂഡഡ് ആണ്, ട്രിപ്പിൾ LED ഫ്ലാഷാണ് വരുന്നത്. പിന്നെ 2 സിം കാർഡും ഒരു SD കാർഡിനുള്ള സ്ലോട്ടുണ്ട്, ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇൻക്ലൂഡഡ് ആണ്. പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൽ കാണാറുള്ളതാണ്. പിന്നെ നമുക്കിവിടെ കാണുന്നത് നല്ലൊരു പാറ്റേൺ ആണ്, കണ്ടല്ലേ, ഒരു പാറ്റേൺ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലോസി ഫിനിഷാണ്, എങ്കിലും നല്ലൊരു ഫിനിഷിൻ്റെ. ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം, ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡിങ് കാണാം, സ്മാർട്ട് ബ്രാൻഡിങ് കാണാം. ഇനി നമുക്ക് ഫ്രണ്ടിലെ ഈ ഡിസ്പ്ലേൻ്റെ ഇതും കൂടെ ഒന്ന് ഒഴിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം 5000 mAh കപ്പാസിറ്റി ബാറ്ററി ആണെങ്കിൽ വലിയൊരു തിക്നെസ്സും നമുക്കിവിടെ ഇല്ല. ആക്ച്വലി നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സിം ട്രേ, താഴത്ത് 3.5mm ഓഡിയോ ജാക്ക്, മൈക്രോ USB സ്പീക്കർ യൂണിറ്റ് ആണ് വരുന്നത്. ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് ബൂട്ട് ചെയ്യാം.
അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഹീലിയോ A20 ക്വാഡ് കോർ പ്രോസസ്സറാണ് വരുന്നത്. അതേപോലെ തന്നെ 2 GB ഓഫ് റാമും 32 GB ഓഫ് ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് വരുന്നത്. HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബൂട്ട് ചെയ്തൊരു സോഫ്റ്റ്വെയർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് സ്മാർട്ട് 5A, ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണെന്ന് പറയാം. നമ്മൾ ടച്ച് റെസ്പോൺസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ ഒരു സ്റ്റിക്കിനെസ് ഒന്നുമില്ല ഡിസ്പ്ലേയിൽ, വളരെ സ്മൂത്തായ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇൻഫിനിക്സിൻ്റെ സോഫ്റ്റ്വെയറിൽ എപ്പോഴും തന്നെ ഒരുപാട് ബ്ലോട്ട് വെയർസ് വരാറുണ്ട്. അപ്പോൾ ഇത്തവണയും അതുണ്ടല്ലേ, ഒരുപാട് ബ്ലോട്ട് വെയർസ് ഇൻക്ലൂഡാണ്. പക്ഷേ പ്രോബ്ലി ഇതൊക്കെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഓപ്ഷൻസും ആണ് പലതും. അപ്പോൾ ഇതൊക്കെ ബേസിക്കായിട്ട് പ്രീലോഡഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻസാണ്. അപ്പോൾ ഇത്തവണ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കുറവാണ് റിലേറ്റീവ്ലി. അപ്പോൾ നമുക്ക് സെറ്റിങ്സിലേക്ക് ഒന്ന് പോകാം. ജസ്റ്റ് ഇവിടെ നമുക്ക് എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ വേണ്ടില്ലേ, 2 GB ഓഫ് റാം, 32 GB സ്റ്റോറേജ്, 1.8 GHz ക്വാഡ് കോർ പ്രോസസ്സറാണ്, 720p ഡിസ്പ്ലേ, ആൻഡ്രോയിഡ് 11 ആണ്. ആൻഡ്രോയിഡ് 11 ഗോ എഡിഷൻ ആണ്. അപ്പോൾ ഗോ എഡിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രിപ്പ് ഡൗൺ വേർഷനാണ്, കുറച്ചും കൂടെ എന്താ പറയുക ബഡ്ജറ്റ് ലെവൽ ഡിവൈസസിലേക്ക് വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇൻഫിനിക്സിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയ ആസ്പെക്ട്സും കാണാം. കിഡ്സ് മോഡ് ഉണ്ട്, പവർ മാരത്തൺ ഉണ്ട്, സ്പെഷ്യൽ ഫംഗ്ഷൻ, അതായത് ജസ്റ്റേഴ്സ്, ഗെയിം ടർബോ മോഡ്, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ സപ്പോർട്ടഡ് ആണ്. പിന്നെ ഒരുപാട് പേര് എല്ലാ ഫോണ് അൺബോക്സ് ചെയ്യുമ്പോഴും ചോദിക്കുന്നത് ഗെയിമിംഗ് എങ്ങനെയാണ്. ഇത് ഗെയിമിങ്ങിന് പറ്റിയൊരു ഫോണല്ല, കാരണം ഇതൊരു എൻട്രി ലെവൽ ഫോണാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഗെയിമിംഗ് ചെയ്യുന്ന കാര്യം ആലോചിക്കുക വേണ്ട. പിന്നെ ഇത് കുറേയും കൂടിയും സ്റ്റുഡൻസിനും ഓൺലൈൻ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഫോണായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസിന് നല്ലൊരു ഫോണാണ് ഇതെന്ന് പറയാം. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ. ഇനി നമുക്ക് ക്യാമറ നോക്കാം. ഒരു 8 MP റിയർ ക്യാമറയാണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു ഫ്രണ്ട് 8 MP ക്യാമറയാണ് വരുന്നത്. പിന്നെ AI ക്യാം, ബ്യൂട്ടി മോഡ്, വീഡിയോ റെക്കോർഡിംഗ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. 1080p റെസൊല്യൂഷൻ ഉണ്ട്, AI ക്യാം, ബൊക്കെ മോഡ്, പാനറോമ, അങ്ങനത്തെ ഓപ്ഷൻസ്, ബേസിക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നൈറ്റ് മോഡൊന്നും ഇൻക്ലൂഡ് അല്ല. പിന്നെ സെൽഫി ക്യാമറയും 8 MP ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതൊക്കെയാണ് ഇൻഫിനിക്സ് സ്മാർട്ട് 5A എടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. 6500 രൂപയ്ക്ക് വേണ്ട ഒരു ബേസിക് ഫീച്ചേഴ്സൊക്കെ ക്യാമറ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 watt ചാർജിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് എക്സ്പെക്ട് ചെയ്യാം. 5000 mAh കപ്പാസിറ്റി ബാറ്ററി ആയതുകൊണ്ട് തന്നെ നല്ലൊരു 1.5 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യും. കാരണം ഇതൊരു ഹെവി യൂസേജിന് പറ്റിയ ഫോൺ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു 1.5 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് സ്മാർട്ട് 5A അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.